നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കാട്ടാക്കടയിലുണ്ടായ സംഭവത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസം ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കാണും. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 3 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. ഒരു വിനോദയാത്ര അതൊരു ദുരന്ത യാത്രയായി മാറിയിരിക്കുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തിയ 3 വയസ്സുകാരി ശരീരത്തിലൂടെ വാഹനം കയറി ഇറങ്ങി മരിച്ചു. അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലത്തിന് സമീപമാണ് ഈ അപകടമുണ്ടായത്. ആര്യങ്കോട് കുറ്റ്യാനിക്കാട് സ്വദേശികളായ അനുപ്രസാദ് നിസ ദമ്പതികളുടെ മകൾ ഋതുവേദയാണ് മരിച്ചത്. കുടുംബത്തോടൊപ്പം പാലം കാണാൻ എത്തിയതായിരുന്നു 3 വയസ്സുകാരി. കുട്ടിയുടെ കുടുംബം എത്തിയ വാഹനത്തിന്റെ ഹാൻഡ് ബ്രേക്ക് മാറി വാഹനം മുന്നോട്ട് ഉരുണ്ട് നീങ്ങി. ഇങ്ങനെയാണ് അപകടമുണ്ടായത്. ഈ കാഴ്ച കണ്ട് ഭയാനക കാഴ്ചയാണ്. സ്വന്തം കുഞ്ഞ് തങ്ങൾ കണ്ണിൻ മുന്നിൽ മരിക്കുന്ന കാഴ്ച കാണേണ്ടി വന്ന അച്ഛനും അമ്മയും, അമ്മ ബോധം കെട്ടി വീഴുന്ന സാഹചര്യമുണ്ടായി. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതുവരെയും പൂർണ്ണ ഒരു ബോധത്തിലേക്ക് എത്താത്ത അവസ്ഥയിലാണ്. ചങ്ക് പൊട്ടുന്ന കാഴ്ച കൺമുന്നിലാണ്. അതും ആ മാതാപിതാക്കളുടെ കൺമുന്നിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അവർ കണ്ടുകൊണ്ട് നിൽക്കുന്നു. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. ഉരുണ്ടു വന്ന വാഹനത്തിന് മുന്നിൽപ്പെട്ട 3 വയസ്സുകാരിക്കും എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടുപോവുകയായിരുന്നു. പ്രിയ മകളുടെ മേൽ വാഹനം കയറി ഇറങ്ങുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ അമ്മ നിഷയ്ക്കും അച്ഛൻ അനുപ്രസാദിന് സാധിച്ചുള്ളൂ. മറിച്ച് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഞൊടിയിടയിൽ എല്ലാം സംഭവിക്കുകയായിരുന്നു. നിമിഷങ്ങൾ കൊണ്ടാണ് ആ ഒരു കുഞ്ഞു ജീവൻ അവിടെ അമർന്ന് മരിച്ചത്. വാഹനം ഉരുണ്ടു വരുന്നത് കണ്ട് മുതിർന്നവരെല്ലാം ഓടി മാറി. പക്ഷെ കുരുന്ന് ഋതുവേദയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. നോക്കി നിൽക്കാൻ മാത്രമേ ആ കുഞ്ഞിനെ അറിയാമായിരുന്നുള്ളൂ. വാഹനം ഉരുണ്ടു വരുന്നത് കണ്ട് മുതിർന്നവരെല്ലാം ഓടി മാറി. പക്ഷേ കുരുന്ന് ഋതുവേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആ കുട്ടി പെട്ടുപോവുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവർ കുട്ടിയെ വലിച്ചെടുക്കുമ്പോൾ തലയ്ക്ക് ഗുരുതര പരിക്ക് പറ്റിയ സാഹചര്യത്തിലായിരുന്നു എടുത്തത്. രക്തത്തിൽ കുളിച്ച കുട്ടിയെ പൂച്ചമുക്കിലെ ക്ലിനിക്കിലാണ് ആദ്യം എത്തിച്ചത്. പക്ഷേ അവിടെ വിദഗ്ധ ചികിത്സ കിട്ടുന്ന ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മാറ്റണം എന്ന നിർദ്ദേശം പൂച്ചമുക്കിലെ ക്ലിനിക്കിൽ നിന്ന് ഇവർക്ക് നൽകുകയായിരുന്നു. തുടർന്ന് കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടി എത്തിച്ചു. അപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു. ബോധം കെട്ടു വീണ അമ്മ നിഷ കാട്ടാക്കടയിലെ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. എന്തായാലും വിനോദയാത്രയ്ക്കിടെയുണ്ടായ അപ്രതീക്ഷിത അപകടത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഒരു നാട്. പ്രത്യേകിച്ച് ആ മാതാപിതാക്കൾ 3 കുടുംബങ്ങൾ ഒന്നിച്ച് വിനോദസഞ്ചാരത്തിന് എത്തിയതായിരുന്നു. പാലത്തിന് സമീപം വാഹനം നിർത്തിയ ശേഷം പുറത്തിറങ്ങി നിൽക്കുന്നതിനിടെ വാഹനത്തിന്റെ ഹാൻഡ് ബ്രേക്ക് അബദ്ധത്തിൽ റിലീസായി മുന്നോട്ട് ഉരുളുകയായിരുന്നു എന്നാണ് വിവരം. നിയന്ത്രണം വിട്ട വാഹനം സമീപത്തുണ്ടായിരുന്ന കുഞ്ഞിന്റെ ദേഹത്തേക്ക് കയറി ഇറങ്ങുകയായിരുന്നു. അതേസമയം അവധി ദിവസങ്ങളിൽ വൻതോതിൽ വിനോദസഞ്ചാരികൾ കുമ്പിച്ചൽ പാലത്തിൽ എത്തുന്നുണ്ട്. ഇവർക്ക് സുരക്ഷിതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങളില്ല എന്നൊരു പരാതി നേരത്തെ തന്നെ ഉയരുന്നുണ്ടായിരുന്നു. പാലത്തിൽ മാത്രമാണ് സോളാർ ലൈറ്റുകളുള്ളത്. ഇതിൽ നിന്ന് രാത്രിയിൽ മങ്ങിയ വെളിച്ചമാണുള്ളത്. രാത്രികളിൽ പാലത്തിന്റെ ഇരുവശവും നല്ല ഇരുട്ടിലാണ്. അമ്പൂരി പഞ്ചായത്ത് ഒരു സുരക്ഷാ ജീവനക്കാരനെ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന്റെ പാലത്തിന്റെ ഇരുവശത്തുമുള്ള വാഹന പാർക്കിംഗ് ഉൾപ്പെടെ ജോലി ഭാരമേറെയാണ്. കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പാലത്തിന് ഇരുവശത്ത് വൈദ്യുത വിളക്കുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യമൊക്കെ ഉയരുന്നുണ്ട്. അപ്രതീക്ഷിതമായി വാഹനം മുന്നോട്ട് നീങ്ങിയപ്പോൾ നേരെ താഴേക്ക് പോയാൽ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുമായിരുന്നു എന്നാണ് വിലയിരുത്തൽ. താഴ്ഭാഗത്ത് സംഭരണിയുടെ കരയിൽ 200ഓളം വിനോദസഞ്ചാരികളാണ് ഉണ്ടായിരുന്നത്. വാഹനം താഴേക്ക് വീഴുന്നത് ഒഴിവാക്കാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നയാൾ വാഹനം വലത്തോട്ട് തിരിച്ചതായിരിക്കും പാലത്തിന്റെ ഡിവൈഡറിൽ ഇടിച്ചു നിൽക്കാൻ കാരണമായതെന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് അതൊരു വലിയ ദുരന്തമാകുമായിരുന്നു. പക്ഷേ ഒരു കുരുന്നിൻ്റെ ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് ആ അപകടം ഒതുങ്ങിയെന്ന് വേണം പറയാൻ. എന്തായാലും ഈ പറഞ്ഞതുപോലെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ അത് 200ഓളം യാത്രക്കാരൊക്കെ വലിയൊരു ദുരന്തത്തിൽ അകപ്പെടുന്ന സാഹചര്യമാണ്. തലനാരിഴയ്ക്ക് ഒഴിഞ്ഞു മാറിപ്പോയതെങ്കിൽ പോലും ആ കുരുന്നിൻ്റെ ജീവൻ നഷ്ടമായത് നമുക്ക് വളരെ വേദന ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ വിനോദസഞ്ചാരത്തിനൊക്കെ എത്തുന്നവർ അല്ലെങ്കിൽ ആരായാലും എപ്പോഴായാലും കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ വയസ്സായവരുമൊക്കെ നമ്മൾ കുറച്ച് കൂടെയുള്ളവർ കുറച്ച് സംരക്ഷണമൊക്കെ അവർക്ക് നൽകേണ്ടതിൻ്റെ ആവശ്യകത ഒരിക്കൽ കൂടി വിളിച്ചോതുകയാണ് സംഭവത്തിലൂടെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.